കുരിശിനോടൊന്നില്ല ജയിപ്പാനായി, കുരിശിനോടൊന്നില്ല ജയിപ്പാനായി, കുരിശിൽ മഹത്വം ഏറെയത്രേ, കുരിശിൽ മഹത്വം ഏറെയത്രേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 43 സങ്കീർത്തനം അതിൻ്റെ 2 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. നമുക്കറിയാലോ, 43 സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങളിൽ ആദ്യം തന്നെ വായിക്കുന്നു, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, നീ എൻ്റെ ശരണമായ ദൈവമല്ലോ. അടുത്ത വാക്യത്തിൽ പറയാണ്, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കാൻ ഒറ്റ കാരണമാ, ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ശത്രുവാരായിരിക്കട്ടെ, ഇന്ന് പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. എന്നിരുന്നാലും ശത്രുവിൻ്റെ ഉപദ്രവ നിമിത്തം മാനസികമായി ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ട് ഇന്നും ദൈവസന്നിധിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഉത്തരം തരും. നമ്മളെ കേൾപ്പിച്ച് വചനം ഒന്നുകൂടെ നോക്കിയാൽ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? ശത്രു നിമിത്തം ദുഃഖിച്ച് നടക്കുകയാണ്. ശത്രു നിമിത്തം ജോലിയിലെ പ്രശ്നം, കുടുംബജീവിതത്തിൽ പ്രയാസം, പ്രശ്നം എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് പോലും സമാധാനമില്ലാത്തൊരു അവസ്ഥ. ശത്രു ഇതുപോലെ ഭാരപ്പെടുത്തുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്നൊരു പ്രാർത്ഥന, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? സങ്കടം കൊണ്ട് ചോദിച്ചു പോയി. അടുത്ത വചനത്തെ നമ്മൾ കേൾക്കുമ്പോൾ, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. ആമേൻ, ഹല്ലേലൂയ. ഈ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. ശത്രു നിമിത്തം അനുഭവിക്കുന്ന മാനസിക ദുഃഖങ്ങൾ എത്രയാണ്. പല വീടുകളിലും വീടിനകത്ത് ശത്രുത നിമിത്തം സമാധാനമില്ലാത്ത അവസ്ഥ, ചിലയിടത്ത് വീടിന് പുറത്ത്, ചിലർക്ക് ജോലി സ്ഥലത്ത്, പലരുടെയും പല ജീവിതത്തിൻ്റെ മേഖലകളിലും ശത്രു നിമിത്തം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഇന്നും ഈ പ്രാർത്ഥന കൂടുന്ന ദൈവമക്കളോട് പറയട്ടെ, ഉള്ളിൽ ഉള്ള വിശ്വാസം, ആമേൻ, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധി വയ്ക്കാം. ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കുന്ന ദൈവം മാത്രമല്ല ദൈവമക്കളെ, ശത്രുക്കളെ വീതിയിലെ ചെടി പോലെ കോരിക്കളയുന്ന ദൈവം. എന്നാൽ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കൂടെ ഉണ്ട്, ശത്രുവിനെ സ്നേഹിക്കുവാനും. ആമേൻ, യേശുവേ സ്തോത്രം. പലപ്പോഴും നമുക്കത് സഹിക്കാൻ പറ്റാത്തതും ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ ഒരു കാര്യമായിരിക്കാം. എങ്കിലും യേശു കർത്താവ് നമ്മളെ കേൾപ്പിച്ചതുപോലെ ആയിരിക്കാൻ ദൈവമിടയാക്കട്ടെ. പക്ഷെ നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ് ഈ വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വചനം നമ്മളെ കേൾപ്പിക്കുന്നു, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. എന്താണ്? ആമേൻ, നിന്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ. ആ ഒരു പ്രാർത്ഥന വിശുദ്ധ പർവ്വതത്തിലേക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ടും ഞാൻ ഇത് വായിച്ചുകൊള്ളട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രു നിമിത്തമുള്ള പ്രയാസങ്ങളും ശത്രു നിമിത്തമുള്ള പ്രശ്നങ്ങളും സഹിക്കാൻ പറ്റാതെ നേരം വെളുത്താൽ വൈകുന്നിടം വരെയും, വൈകിയ വെളുക്കുന്നിടം വരെയും ഒരു സ്വസ്ഥതയില്ലാതെ നമ്മുടെ നീതി അവർക്ക് അനീതിയായിരിക്കുന്നു, നമ്മുടെ ന്യായം അവർക്ക് അന്യായമായിരിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും മനസ്സിന് സ്വസ്ഥത തരാതെ ഓരോ ദിവസവും കുറ്റപ്പെടുത്തിയും പഴിചാരിയും നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, ഈ വിഷയത്തെ ദൈവസന്നിധി വെച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുക. അവർക്കും മാനസാന്തരം ദൈവം ഒരുക്കി കൊടുക്കട്ടെ. ഈ ഒരു വിഷയത്തെ നമ്മളൊരു വിഷയമായിട്ട് എടുത്തുകൊണ്ട് പോകാതെ സമാധാനപ്പെട്ട് ദൈവം ഏൽപ്പിച്ച് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ശത്രു എപ്പോഴും ദൈവമക്കളെ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനും എല്ലാം കൂടെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
വിശുദ്ധിയോടെ വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി നമുക്ക് വേണ്ടി ആ ക്രൂശിൽ സകലവും സഹിച്ചവനായ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റ മുറിപ്പാടുകൾ, നമുക്ക് വേണ്ടി അനുഭവിച്ച നിന്ദകൾ, നമുക്ക് വേണ്ടി അനുഭവിച്ച ആ പീഡ, ദൈവത്തിന് സ്തോത്ര യേശുവേ, ഇത്രയും സഹിച്ച് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തോട് നന്ദിയും കടപ്പാടുമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ക്രൂശിൽ നമുക്ക് വേണ്ടി കഴിച്ചൊരു പ്രാർത്ഥനയും കൂടി നമ്മൾ ഓർക്കണം ദൈവങ്ങളെ. മാതൃകയായി നമുക്ക് വേണ്ടി തന്നേച്ചു പോയൊരു പ്രാർത്ഥനയും കൂടെ. ഇവർ ചെയ്തത് എന്തെന്ന് ഇവരറിയായിക, ഇവരോട് ക്ഷമിക്കണമെന്ന്. പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ പുത്രൻ പിതാവിന് വേണ്ടി സകലവും സമർപ്പിക്കപ്പെട്ടൊരനുഭവം. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൽ ആശ്രയിക്കുന്ന നമുക്കും പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി പീഡ അനുഭവിച്ച എൻ്റെ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി നിന്ന വഹിച്ച എൻ്റെ കർത്താവെ, ആ പീഡാനുഭവത്തെ അടിയങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു പിതാവേ. അപ്പൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ, ആ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ മുറിവുകൾ, ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ചോര, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ആ ശരീരം ഉടയ്ക്കപ്പെടുകയായിരുന്നല്ലോ. അത്രമാത്രം ഞങ്ങളെ കരുതിയ സ്നേഹിക്കുന്ന ദൈവമേ, പാവികളിൽ മഹാപാവികളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ആ പീഡയെ ഈ സമയത്ത് ഓർക്കുന്നു പിതാവേ. അങ്ങേക്ക് വേണ്ടിയായി തീരുവാൻ ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന മക്കളും ക്രിസ്തുവിന് വേണ്ടി മാത്രമായി തീരുന്ന മക്കളുമായി തീരുവാൻ ഞങ്ങൾ ഒരുക്കണമേ കർത്താവെ. ആ പാദപീഠത്തിൽ നന്ദിയുടെ വാടാമലരായി കിടക്കുവാൻ നിർമ്മലമായ ഹൃദയം മാത്രം തന്ന് ദൈവം അനുഗ്രഹിക്കണമേ. ശത്രു നിമിത്തം മാനസികമായി ഭാരം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്നൊരു മോചനം നിന്റെ മക്കൾക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.